ഹായ് ഗായ്സ്, വാണ്ടറിംഗ് ആത്മയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മളിപ്പോൾ ഉള്ളത് കീർഗംഗേൻ്റെ മുകളിലാണ്, കീർഗംഗേൻ്റെ ഏറ്റവും ടോപ്പിലാണ്. അപ്പോൾ ഇന്ന് നൈറ്റ് ഇവിടെ സ്റ്റേ അടിക്കാമെന്ന് വിചാരിച്ചു. ഞാനിപ്പോൾ ഏകദേശം ഒരു 6-7 ഡേയ്സ് ആയിട്ട് കീർഗംഗയിലാണ്. ഇവിടെ ക്യാമ്പുണ്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ. സോ അവിടെ സ്റ്റേ ചെയ്യുകയാണ്, വോളണ്ടിയറിങ് ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് നൈറ്റ് ഇവിടെ കീർഗംഗേൻ്റെ ടോപ്പിൽ വന്ന് ടെൻറ്റ് സ്റ്റേ അടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ആക്സസറീസ് കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇവിടെ ടെൻറ്റ് അടിക്കണം. ഇത് കണ്ടോ, ഈ ബാക്ക് സൈഡിൽ താഴത്തേക്കാണെന്നാണ് ഫുള്ള് കീർഗംഗ ക്യാമ്പ് സൈറ്റ് കാര്യങ്ങളൊക്കെ ഫുള്ള് നിങ്ങൾക്ക് മൊത്തം കാണാം. ഫുള്ള് ക്യാമ്പ് സൈറ്റാണ് ഇവിടെ ഞാനിപ്പം ടെൻ്റ് അടിക്കുന്ന സ്ഥലത്ത് അങ്ങനെ അധികം ക്യാമ്പ് സൈറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. സോ കുറച്ച് ശാന്തി സമാധാനത്തിൽ നമുക്കിവിടെ ടെൻ്റ് അടിച്ച് നിൽക്കാം. അപ്പോൾ ഞാൻ ടെൻ്റ് പിച്ച് ചെയ്യാൻ നോക്കട്ടെ. അങ്ങനെ നമ്മൾ ടെൻ്റൊക്കെ പിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് വിറകെടുക്കാൻ പോകണം, കുറച്ച് മരം വേണം. നൈറ്റ് എന്തെങ്കിലും കഴിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ കുക്ക് ചെയ്യണം. അപ്പം വിറക് എടുത്തിട്ട് വരണം. നൈറ്റ് കഴിക്കാൻ എന്താണെന്ന് തീരുമാനിച്ചില്ല, നോക്കട്ടെ എന്താ അവൈലബിൾ ആവും, എന്താ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ നോക്കിയിട്ട് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഒരുപാട് മരം കിട്ടുന്ന സ്ഥലമുണ്ട്, മൊത്തം നമുക്ക് ഇഷ്ടംപോലെ മരം കിട്ടും. സോ ഞാൻ പോയി എടുത്തിട്ട് വരാം. അപ്പോൾ നമുക്ക് മരമൊക്കെ എടുത്തു കഴിഞ്ഞ് ഫുള്ള് സെറ്റാക്കി ഇവിടെ ചെറിയ കുക്കിങ്ങിനുള്ള സെറ്റപ്പൊക്കെ റെഡി ആക്കണം. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ചെറിയ ഒരു കുക്ക് ചെയ്യാനുള്ള സെറ്റപ്പൊക്കെ ഒന്ന് റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഇനി ഫയർ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കാം. അപ്പോൾ കുറച്ച് വുഡിൻ്റെ ചെറിയ പീസ് വേണം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ വുഡൊക്കെ ഇവിടെ ഭയങ്കര കുറേയൊക്കെ തണുപ്പായിട്ട് വെറ്റായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് വുഡിൻ്റെ ചെറിയ ചെറിയ പീസ് എടുക്കണം. അപ്പോൾ നമുക്കത് എടുക്കാം ആദ്യം. അപ്പോൾ നമുക്ക് ഫയർ സ്റ്റാർട്ടേഴ്സൊക്കെ കുറച്ച് ചെറിയ ചെറിയ പീസ് വുഡൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കത്തിക്കാം. എന്നിട്ട് നമുക്ക് ഒരു ചായ ഉണ്ടാക്കാനുള്ള പരിപാടി നോക്കാം. ഇപ്പോൾ നല്ല ക്ലൈമറ്റാണ്, വലിയ തണുപ്പില്ല, ഒരു മീഡിയം തണുപ്പാണ്. അപ്പോൾ ഇന്ന് മൊത്തം ഫുള്ള് ക്ലൗഡി ആയിരുന്നു, സണ്ണ് വന്നിട്ടില്ല മര്യാദയ്ക്ക്. അപ്പോൾ നമുക്ക് ഓരോ ചായ ഉണ്ടാക്കി കുടിക്കാം. നമ്മളെ ഫയർ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്നും കൂടി ഇങ്ങനെ കത്തിയൊന്ന് സെറ്റായിട്ട് വേണം നമുക്കിനി ചായ സെറ്റാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഇത്രയും ദിവസം ഇല്ലാത്ത ഒരു ഡേ ആയിരുന്നു, ഭയങ്കര ക്ലൗഡിയാണ്. ഇപ്പോൾ ചെറുതായിട്ട് മഴ ഇങ്ങനെ ഡ്രിസ്ലിങ് ചെറുതായിട്ടുണ്ട്. സോ നമ്മൾ ചായ ഇനി എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയില്ല. സോ മഴ വന്നു കഴിഞ്ഞാൽ സീനായിരിക്കും, നല്ല തണുപ്പായിരിക്കും. ഇപ്പോഴും തണുപ്പ് കൂടി വരികയാണ്. ഇപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഫയറൊക്കെ സെറ്റായി. നമുക്ക് ടീ എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാൻ നോക്കാം. കാരണം മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടീ കുടിക്കാൻ പറ്റില്ല.
അങ്ങനെ നമ്മളെ ചായ ഇപ്പോൾ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. തിളച്ചിങ്ങനെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നും കൂടി തിളച്ചൊന്ന് ഫുൾ പവറായി കഴിഞ്ഞിട്ട് വേണം നമുക്ക് കുടിക്കാൻ വേണ്ടിയിട്ട്. തണുപ്പാണ് കേട്ടോ, നല്ല അടിപൊളി തണുപ്പാണ്. ഇപ്പോൾ തണുപ്പ് സ്റ്റാർട്ട് ചെയ്ത് കൈക്ക് ഇങ്ങനെ ഭയങ്കര ഫ്രീസായി തുടങ്ങി. സോ നമ്മുടെ കിച്ചണിലിപ്പം ടീ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ഒരാളും കൂടെ താഴത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഒരു ഫോറിനറാണ്, റഷ്യ എന്നുള്ള ആളാണ്. സോ നമുക്ക് വേണമെങ്കിൽ ഒരു ടീക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം. നമുക്ക് നോക്കാം വരുമോ ഇല്ല എന്നുള്ളത്. എന്തായാലും അടിപൊളി. അങ്ങനെ നമ്മളെ ചായയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ അപ്പുറത്ത് യാന എന്ന് പറഞ്ഞിട്ട് ഒരാൾ ക്യാമ്പ് ചെയ്യുന്നുണ്ടായിരുന്നു, റഷ്യ എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ്. അപ്പോൾ ആളെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളും ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കുറച്ചും കൂടെ ചായ ഉണ്ട്, അത് വീണ്ടും തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളെ ടെൻറ്റൊക്കെ അവിടെ സെറ്റാണ്. ഇവിടെ ബാക്ക് സൈഡിൽ മൊത്തം ക്യാമ്പ് സൈറ്റാണ്, ഫുള്ള് ഖിർഗംഗേൻ്റെ ക്യാമ്പ് സൈറ്റാണ്. ഫുള്ള് സൗണ്ടും ഭയങ്കര ബഹളമൊക്കെ ആയിട്ടാണ്. അപ്പോൾ ഇവിടെ അങ്ങനത്തെ സീനൊന്നുമില്ല. ചെറുതായിട്ട് സൗണ്ട് അവിടെ നിന്ന് അടിക്കുന്നുണ്ട്, പക്ഷേ സീനില്ല. ഒറ്റയ്ക്ക് നൈസിൽ നിൽക്കാം. നമുക്ക് രാത്രി കഴിക്കാനുള്ള എന്താണെന്നുള്ളതൊന്നും കൂടി ആലോചിച്ച് സെറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കണം. മഴ പെയ്യാൻ ചാൻസ് വളരെ കൂടുതലാണ്. സോ അറിയില്ല, നമുക്ക് നോക്കാം മുന്നോട്ടുള്ളത്. നമ്മളിപ്പം ഓൾമോസ്റ്റ് ചായയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. ചായയൊക്കെ കുടിച്ചു, സെറ്റായി. ഇനി നൈറ്റ് ഫുഡിലേക്ക് ഉള്ള എന്താണെന്ന് വെച്ചാൽ നോക്കണം. മാഗിയാണ് ഞാനിപ്പോൾ നൈറ്റ് കഴിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഹെവി ആയിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല ഇപ്പം. സോ മാഗി കഴിച്ച് കുറച്ച് നേരം പുറത്ത് ഇരുന്ന് കിടന്നുറങ്ങണം. സോ നമ്മുടെ വുഡൊക്കെ ഭയങ്കര വെറ്റാണ്. അപ്പോൾ ഒന്ന് ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മുടെ അടുപ്പിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ ഡ്രൈ ആയിക്കോളും. എന്നിട്ട് നമുക്ക് നൈറ്റ് മാഗി ഉണ്ടാക്കാനുള്ള പരിപാടി നോക്കണം. അപ്പോൾ നമ്മുടെ ടെൻറ്റ് ഇവിടെ സെറ്റാണ്. മഴയ്ക്കുള്ള ചാൻസ് ഇപ്പോഴും ഉണ്ട്. മഴയ്ക്കുള്ള ചാൻസ് നന്നായിട്ട് ഇപ്പോഴും ഉണ്ട്. ചെറുതായിട്ടുള്ളൊരു മഴേൻ്റെ സീനുണ്ട്. മഴ വന്നു കഴിഞ്ഞാൽ ഭയങ്കര സീനായിരിക്കും. കാരണം ഈ സൈഡിലൊക്കെ വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ ടെൻറ്റിലേക്ക് വെള്ളം കയറാനുള്ള ചാൻസ് കൂടുതലാണ്. ചെറിയ മഴയ്ക്കൊന്നും സീനില്ല, ടെൻറ്റ് സപ്പോർട്ട് ചെയ്തോളും. സോ ടെൻറ്റ് കാര്യങ്ങളെല്ലാം ഫുൾ സെറ്റാണ്. ഇനി നമ്മൾ ഇപ്പം എടുത്ത സാധനങ്ങളൊക്കെ ഒന്ന് നീറ്റാക്കി എടുത്തു വെച്ചിട്ട് വേണം ഇനി കുറച്ച് നേരം ഒന്ന് സമാധാനമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഈ ടീ ഒക്കെ കുടിച്ചിട്ട് ഇപ്പം ഫുൾ സെറ്റാണ്, ചൂടായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പോൾ ക്ലൈമറ്റ് നന്നായിട്ട് തണുപ്പ് കൂടിക്കൂടി വരുന്നുണ്ട്. എൻ്റെ അടുത്ത് ഒരു സ്ലീപ്പിംഗ് ബാഗ് മാത്രമേ ഉള്ളൂ, അതിൽ സപ്പോർട്ട് ചെയ്യുമെന്ന് അറിയില്ല. സോ നമുക്ക് നോക്കാം. നമുക്ക് ഇവിടേക്ക് ഒന്ന് ഇതൊക്കെ മൊത്തം ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. അങ്ങനെ നമ്മൾ പുറത്ത് മാഗിയൊക്കെ ഉണ്ടാക്കി കഴിച്ചു. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം ലൈറ്റും കുറവായിരുന്നു. പിന്നെ തീ കത്തിക്കേണ്ട സീൻ ഇടയ്ക്കിടയ്ക്ക് വരുന്നത് കാരണം അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പം ടെൻറ്റിൻ്റെ ഉള്ളിലേക്ക് കയറി കിടക്കാനുള്ള പരിപാടിയാണ്. അപ്പം ഈ യോഗ മാറ്റ് കൊണ്ട് വലിയ ഒരു കാര്യമില്ല നമ്മൾ ഈ തണുപ്പുള്ള സ്ഥലത്ത്. അപ്പം എയർ മാട്രസ് ഞാനിപ്പം ഇനി സെറ്റ് ചെയ്യാൻ പോവുകയാണ്. സെറ്റ് ചെയ്ത് കഴിഞ്ഞ് സ്ലീപ്പിംഗ് ബാഗിൻ്റെ ഉള്ളിലേക്ക് കയറി നൈസിൽ കിടന്നുറങ്ങണം. നൈസായിരുന്നു, നൈസ് ഈവനിങ് ആയിരുന്നു. ചായ ഉണ്ടാക്കി കുടിച്ചു, മാഗി ഉണ്ടാക്കി കഴിച്ചു. നല്ല അടിപൊളി ഈവനിങ് ആണ്. പുറത്ത് നല്ല തണുപ്പാണ്. അപ്പോൾ ഞാൻ എത്രയും പെട്ടെന്ന് കിടക്കാൻ നോക്കട്ടെ. നാളെ രാവിലെ കാണാം. ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇപ്പം ചായ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. ഭയങ്കര തണുപ്പാണ്, ഇപ്പോൾ നല്ല തണുപ്പുണ്ട് രാവിലെ തന്നെ. തീ അങ്ങോട്ട് കത്തി പിടിക്കണില്ല. നമ്മളെ ചായ നല്ല അടിപൊളിയായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ചായ ഗ്ലാസ്സിലേക്ക് മാറ്റിയതിന് ശേഷം പിന്നെ മാഗി ഉണ്ടാക്കണം.
തീ പിടിപ്പിക്കാൻ കുറച്ച് സീനാണ് ഇവിടെ, കാരണം മൊത്തം വെറ്റായിട്ടുള്ള വുഡാണ്. ഇപ്പോഴാണ് ഒന്ന് സൂര്യൻ ഇങ്ങനെ വന്നു തുടങ്ങിയത്, ചെറുതായിട്ട് ചൂടൊക്കെ അടിക്കുന്നുണ്ട്, നൈസാണ്. ഇതേ മാഗിക്ക് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്, ഇനി വെള്ളം നന്നായിട്ടൊന്ന് തിളയ്ക്കണം, എന്നിട്ട് മാഗി ഉണ്ടാക്കി കഴിക്കണം. പിന്നെ ഇവിടുന്ന് ഹോട്ട് സ്പ്രിങ്ങിലേക്ക് കുറച്ച് ദൂരമുള്ളൂ കേട്ടോ. ഈ സൈഡിലൂടെ അങ്ങനെ വാക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് കൊണ്ട് ഹോട്ട് സ്പ്രിങ്ങിലേക്ക് എത്താൻ പറ്റും. അപ്പം എല്ലാം സാധനങ്ങളൊക്കെ ഒന്ന് സൈഡിലേക്കൊക്കെ ഒന്ന് കഴിച്ച് കഴിഞ്ഞിട്ട് ഒതുക്കി വെച്ചിട്ട് ഹോട്ട് സ്പ്രിങ് പോയി കുളിക്കണം. ഇന്നലെ രാത്രി അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു. സ്ലീപ്പിംഗ് ബാഗ് എൻ്റെ അത്ര ടെമ്പറേച്ചർ താങ്ങുന്നില്ല. സോ ഇന്നലെ രാത്രി അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു. നമ്മൾ ടെൻറ്റിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ മൊത്തം പുറത്തേക്ക് എടുത്ത് വെക്കുകയാണ്, കാരണം ഇപ്പോൾ ചെറുതായിട്ട് വെയിൽ വന്നിട്ടുണ്ട്. അപ്പം സ്ലീപ്പിംഗ് ബാഗൊക്കെ ഒന്ന് ഡ്രൈ ആക്കണം, കാരണം നല്ല തണുപ്പുള്ളത് കാരണം മോയ്സ്ചർ നന്നായിട്ട് പിടിക്കുന്നുണ്ട്. സോ അത് ഭയങ്കര സീനാണ് രാത്രി ഉറങ്ങുമ്പോഴൊക്കെ. അപ്പം സാധനങ്ങളൊക്കെ കുറച്ച് ഡ്രൈ ആക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. ഇനിയും ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ പുറത്തേക്ക് എടുത്ത് വെക്കണം. നമ്മൾ ഓൾമോസ്റ്റ് സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ക്യാമ്പ് ചെയ്യുന്നത് കണ്ടിട്ട് എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് ഇവിടെ ക്യാമ്പിലുള്ള. അപ്പോൾ വന്ന് നമ്മളെ ചെറുതായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അവിടെ. യാന മോർണിംഗിൽ തന്നെ കുളിച്ച് ഫ്രഷായി ഇപ്പോൾ നമ്മളെ ക്യാമ്പിലേക്ക് ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഓരോ ചായയൊക്കെ ഒന്നും കൂടെ ഉണ്ടാക്കി കുടിച്ച് സെറ്റാവണം. പിന്നെ ടെൻറ്റിൽ ഭയങ്കര മോയ്സ്ചർ കാരണം ഉണക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് ഡ്രൈ ആയതിൻ്റെ ശേഷം വേണം പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കണ്ടോ, വെള്ളം സീനാണ്. നമ്മൾ കുറേയൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി കുറച്ച് ഒരു ചായയും കൂടി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് മെല്ലെ പാക്ക് ചെയ്ത് ഫുള്ള് സെറ്റ് ചെയ്യണം. അങ്ങനെ നമ്മൾ കിരങ്ങനെ ടോപ്പിൽ ക്യാമ്പ് ചെയ്തപ്പോൾ തിരിച്ച് താഴത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഗോപ്രോയിൽ ചാർജ് ഇല്ലാത്ത കാരണം ഇപ്പോൾ മൊബൈലിലാണ് ഷൂട്ട് ചെയ്യണത്. എന്തായാലും അടിപൊളിയായിരുന്നു, നൈസായിരുന്നു നൈറ്റൊക്കെ. അപ്പം യാന ഇപ്പോഴും അവിടെ ഇരുന്ന് ഓരോ ചായയൊക്കെ ഉണ്ടാക്കി കുടിക്കുന്നുണ്ട്. സോ നമ്മളവിടെ ഒരു കഫേയിൽ നിന്ന് ഒരു ചാക്ക് വാങ്ങിയിട്ടുണ്ട്, കുറച്ച് വിറകൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് റിട്ടേൺ കൊടുത്തിട്ട് വേണം തിരിച്ച് താഴത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരുപാട് ക്യാമ്പായി മൊത്തം. അല്ലെങ്കിൽ ഈ സൈഡിൽ മൊത്തമായിരുന്നു ക്യാമ്പുള്ളത്. ഇപ്പം ഈ സൈഡ് മൊത്തം ക്യാമ്പായിട്ടുണ്ട്. ഫുള്ള് ഒരു കൊമേഴ്ഷ്യൽ, ഒരു പക്ക ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ടുണ്ട്. ഒരു ശാന്തി കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് മുകളിൽ പോയി ടെൻ്റ് അടിക്കണം. അപ്പോൾ ഈ ഒരു ചെറിയ ക്യാമ്പിംഗ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഇനിയും വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ ഇനിയും നമുക്ക് അടുത്ത കിടിലൻ വീഡിയോസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഞാനിനി ഇതൊക്കെ ഒന്ന് സെറ്റിൽ ചെയ്തിട്ട് താഴത്തേക്ക് പോട്ടെ. അപ്പം എല്ലാവർക്കും വണ്ടറിങ് ആത്മ എന്ന് പറഞ്ഞ ചാനൽ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.